ശ്രീ ബി അശോക് IAS എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. സിവിൽ സർവീസിലുള്ള ആളുകളിൽ നല്ല വിവരം ഉള്ള ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ഞാൻ ഈ അശോകിൻ്റെ ചർച്ചകളും അതുപോലെ തന്നെ അശോകിൻ്റെ പ്രസ്താവനകളും ഒക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഏത് കാര്യവും വളരെ കൂലങ്കക്ഷമായിട്ട് പഠിച്ച് വിലയിരുത്തി അത് ഡേറ്റ വെച്ചുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്നാൽ നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ചുമ്മാ വന്നിരുന്നെങ്കിൽ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോവല്ല. അദ്ദേഹം ആ കണക്കുകൾ കറക്റ്റായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കും. എല്ലാ കണക്കുകളും നന്നായിട്ട് പറയും. നല്ല മെമ്മറി പവറുണ്ട്. വളരെ നന്നായിട്ട് അനലൈസ് ചെയ്ത് എല്ലാം പറയും. ഇപ്പോൾ ബി അശോകിനെ സസ്പെൻഡ് ചെയ്തു സർക്കാർ സർവീസിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഗവൺമെൻറ്റിന് എതിരായിട്ട് ഗവൺമെൻറ്റിനെ വിമർശിച്ചുകൊണ്ട് ചാനലുകളിലൊക്കെ പറഞ്ഞു എന്നുള്ളതാണ്. മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞു എന്നുള്ളതാണ്. ഗവൺമെൻറ്റിനെ വിമർശിച്ചു എന്നുള്ളതാണ്. ഗവൺമെൻറ്റിൻ്റെ നടപടിക്രമങ്ങളെ, പോളിസി, ഇതിനൊക്കെ വിമർശിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറ്റമായിട്ട് കാണുന്നത്. ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യന്. അദ്ദേഹം സർക്കാർ സർവീസിലാണെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് ആ വകുപ്പിനെ വിമർശിക്കുന്നത് തെറ്റാവും. കാരണം അതൊരു വിക്കറ്റ് പ്രോബ്ലം എന്ന് നമ്മൾ പറയും. അതായത് ഇപ്പോൾ ഒരാൾ ഒരു തടി പടിയുന്ന ഒരാൾ, ഒരു കാർപ്പൻ്റർ പണിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ രൂപം അങ്ങ് മാറിപ്പോയെന്നിരിക്കട്ടെ, എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉളിയ ശരിയല്ലായിരുന്നു എന്ന് പറയുന്നതാണ് വിക്കറ്റ് പ്രോബ്ലം എന്ന് പറയും. അതായത് നമ്മുടെ വർക്കിംഗ് ഇംപ്ലിമെൻറ്റ്സ് ശരിയല്ല എന്ന് പറയുന്ന പോലെ. അതുകൊണ്ട് അദ്ദേഹം ഭരിക്കുന്ന ഒരു വകുപ്പിലിരുന്നുകൊണ്ട് ആ വകുപ്പിനെ കുറ്റം പറയുന്നത് ബുദ്ധിമുട്ടുണ്ട്. അത് ശരിയല്ല ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം സൈനിക ക്ഷേമ വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹത്തെ കൊണ്ടിരുത്തിയേക്കുന്നത്. കാരണം അദ്ദേഹത്തിന് പല സർവീസിൽ ഇത്രയും നാൾ സർവീസിൽ ഇതുപോലെ പെട്ടെന്ന് ട്രാൻസ്ഫർ കിട്ടുന്ന ഒരു ഉദ്യോഗസ്ഥനെ കാണത്തില്ല. അങ്ങനെ ട്രാൻസ്ഫർ കിട്ടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായാലും IAS ഉദ്യോഗസ്ഥനായാലും അങ്ങനെ ട്രാൻസ്ഫർ കിട്ടുന്നവരുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, അവരെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നവരാണ്, നേരെ ചൊവ്വേ അവർ ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് അവരെ അടിയിരുത്താൻ പറ്റാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ അശോകിന് പല പ്രാവശ്യം അശോകിനെ ഓരോ സ്ഥലത്തും മാറ്റിയപ്പോഴൊക്കെ അദ്ദേഹം കൊണ്ടുപോയി CIT സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു. അതിനെല്ലാം എതിരായിട്ട് അതിന് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള വിധി വാങ്ങി. അങ്ങനെയാണ് അദ്ദേഹം സർവീസ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ്റുമായിട്ട് കുറേ നാളായിട്ട് അദ്ദേഹം ഒരസലിലാണ്. കാരണം ഇങ്ങനെ പറ്റുള്ളൂ. പിന്നെ ഉള്ള ഒരു കാര്യം, കോണ്ടാക്ട് റൂൾസ് അനുസരിച്ച് ഇങ്ങനെ അതായത് സർക്കാരിൻ്റെ നടപടികളെ, പോളിസികളെ ഇത് ചെയ്യാൻ പാടുണ്ടെന്ന് ചോദിച്ചാൽ വിമർശിക്കാൻ പാടുള്ള ഒരു പൗരൻ്റെ അവകാശമാണ്. അദ്ദേഹം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായി സിവിൽ സർവൻ്റ് ആയിപ്പോയെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഭരണകൂടത്തെ വിമർശിക്കാൻ പാടില്ല എന്നൊന്നും പറയാൻ ഒക്കത്തില്ല. അതൊക്കെ വിമർശിക്കാം. പിന്നുള്ള ഒരു കാര്യം, കോണ്ടാക്ട് റൂൾസ് അനുസരിച്ച് എനിക്കിന്ന് റൂൾ 75 എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത് ഞാൻ നോക്കിയിട്ടില്ല, എന്നാലും ഞാൻ പെട്ടെന്ന് കണ്ടുകൊണ്ട് പറയാണ്. അതിൽ പറഞ്ഞ എന്താണെന്നറിയാം, അദ്ദേഹത്തിന് അതായത് അതായത് ഇതുപോലെ എന്തെങ്കിലും ഇൻ്റർവ്യൂ കൊടുക്കണം, TV-യിലോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പത്രക്കാർക്കോ ഒക്കെ ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അതിന് ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വാങ്ങിക്കാതെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു വകുപ്പുണ്ട്. ഇനി അങ്ങനെ കാണാമാണോ ഇത് വന്നേക്കുന്നതെന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. അല്ലാതെ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ, ഇദ്ദേഹത്തിന് പറഞ്ഞ കാര്യമൊന്നും നിൽക്കുന്ന കാര്യമല്ല. തുടർഭരണം ഗവൺമെൻറ്റിനുണ്ടാകും എന്ന് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അങ്ങ് പ്രഖ്യാപിച്ചു. കാരണം പുള്ളി തീരുമാനിച്ചാൽ മതിയല്ലോ, ജനങ്ങൾ അതുപോലല്ലേ ചെയ്യുന്നത്. അപ്പം നമുക്ക് കാണാൻ കാത്തിരുന്ന്. അപ്പം തുടർഭരണം ഉണ്ടാവും. അത് ഇദ്ദേഹം പുച്ഛിച്ച് തള്ളി, അങ്ങനെയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അതാണ് സർക്കാരിനെതിരെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. പറയുന്നത് ഒരു പൗരൻ്റെ അവകാശമാണ് അത് പറയാനുള്ളത്. കാരണം തുടർഭരണമൊന്നും ഉണ്ടാകത്തില്ല, ഭരണം മാറി വരും എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ ആഗ്രഹമാണ്, അല്ലെങ്കിൽ ആ പൗരൻ്റെ അറിവാണ്. പൗരന് അത് പറയാനുള്ള അവകാശമുണ്ട് ഒരു പൗരന്. അദ്ദേഹം ഒരു ഗവൺമെൻറ് സർവൻ്റ് ആയിപ്പോയി എന്നുള്ളത് ഒറ്റ കാരണം കൊണ്ട് ഇത് പറയാൻ പാടില്ല, അവർ പറയുന്ന ഈ കാര്യങ്ങളും കേൾക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? അത് യഥാർത്ഥത്തിൽ ആരോഗ്യകരമായ ഒരു വിമർശനമായിട്ട് എടുക്കാൻ പാടുള്ളൂ.
അല്ലാതെ അതൊന്നും ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുകയോ ഭരണ നേതൃത്വത്തെ അപകീർപ്പെടുത്തിപ്പെടുത്തുകയോ ഒന്നും ചെയ്തതൊന്നുമല്ല, അപമാനിക്കുകയോ ഒന്നും ചെയ്തതല്ല. പിന്നെ ഈ ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞ അതിനകത്ത് യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടുണ്ട്. ആ കോണ്ടാക്ട് റൂൾസ് അനുസരിച്ച് അത് ശരിയല്ല, അത് ചെയ്യാൻ പാടില്ല. ഇപ്പം ഇന്നലെ പോലും അദ്ദേഹം ചാനലിലുണ്ടായിരുന്നു. അത് ഇന്നലെ അപ്പം പറയും സസ്പെൻഷൻ കഴിഞ്ഞ്. സസ്പെൻഷനായാൽ പോലും അദ്ദേഹം സർവീസിലില്ല എന്ന് പറയാൻ ഒക്കത്തില്ല. ഒരാളെ സസ്പെൻഡ് ചെയ്താൽ പോലും ഈസ് ഇൻ സർവീസിലാണ്, സർവീസിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കും കോണ്ടാക്ട് റൂൾസൊക്കെ ബാധകമാണ്. അതുകൊണ്ട് പക്ഷേ അത് രണ്ടും കൽപ്പിച്ച് പുള്ളി ചെയ്യുകയാണ്. ഈ ധൈര്യമുള്ള ആളുകളെ എനിക്കിഷ്ടമാണ്, ഉള്ള കാര്യം പറയാമല്ലോ. അതുകൊണ്ടാണ് ഈ ബി അശോകിനെ എനിക്ക് വളരെ ഇഷ്ടം. ഇന്നലെ തന്നെ കാര്യകാരണ സഹിതം എന്തുകൊണ്ട് ഇവിടെ തുടർഭരണം ഉണ്ടാകത്തില്ല, ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളെ നമുക്ക് ആശ്രയിക്കാം എന്നുള്ളതിനെക്കുറിച്ച് കാര്യകാരണ സഹിതം ശരിയായ ഡേറ്റ കൊടുത്ത് അദ്ദേഹം സംസാരിച്ചു. വളരെ നല്ലതാണ്. അപ്പോൾ അദ്ദേഹം ഏതിനെക്കുറിച്ചായാലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിലുണ്ടായിരുന്നപ്പോൾ ഇലക്ട്രിസിറ്റി അവിടുത്തെ അതിൻ്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. പറയാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ, പറഞ്ഞു പോയി. ഇനി അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ് രസകരമായ കാര്യങ്ങളാണ് അദ്ദേഹം അദ്ദേഹം വിമർശിച്ച ഒരു കാര്യം, ആഗോള അയ്യപ്പ സംഗമം നടത്തിയല്ലോ. അപ്പോൾ അതിന് വന്നവർക്ക് ചാപ്പാടിന് അവർക്ക് രാവിലെ ഇന്നത് കൊടുക്കണം, ഉച്ചയ്ക്കും അത് കൊടുക്കണം, വൈകുന്നേരം ജ്യൂസ് കൊടുക്കണം, രാത്രി അത്താഴത്തിന് ഇന്നത് കൊടുക്കണം. അത് കഴിഞ്ഞുള്ള കാര്യമൊന്നും പിന്നെ പറഞ്ഞിട്ടില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. അത് മാത്രമേ പറയാതുള്ളൂ. ഭാഗ്യത്തിന് അതും കൂടെ പറഞ്ഞില്ല എന്ന് പറയാനിടയായി. വളരെ ഈസ്തറ്റിക് സെൻസോടുകൂടി സംസാരിക്കുന്ന മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥൻ. പിന്നെ അങ്ങനെയുള്ള ആളുകളെ സർവീസിൽ വേണ്ട. ഇങ്ങനെയുള്ള ഏറെമൂളികളെ മാത്രമേ ഉള്ളൂ സർവീസിൽ ആവശ്യം. അവർക്കാണെങ്കിൽ അങ്ങ് ഇഷ്ടം പോലെ പോസ്റ്റുകൾ കിട്ടും. അതായത് മരിക്കുന്നവരെ ഏതെങ്കിലും ജോലിയിലിരിക്കാം. അതായത് ഇങ്ങനെ ഓച്ചാനിച്ച് ഏറാമൂളികളായിട്ട് നിൽക്കുന്ന കുറേ എണ്ണം അങ്ങനെ ഇരിപ്പുണ്ട്. ഇപ്പോഴും തുടർ സർവീസിൽ അങ്ങനെ ഇരിക്കുകയാണ്. എത്ര നാൾ കൊണ്ടിരിക്കുന്നുണ്ട്. മരിക്കുന്നവരെ ഇരിക്കാം. അത് കൊള്ളാം. അപ്പോൾ നമ്മളിപ്പോൾ അതിന് ബാക്കി ഞാനത് വിമർശിക്കാൻ ആരെയും പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ലെന്നുള്ളേ ഉള്ളൂ. പക്ഷേ അശോകിനെ സസ്പെൻഡ് ചെയ്തത് വഴി അത് തെറ്റാണ് ചെയ്തേക്കുന്നത്. മാത്രമല്ല ഇതിപ്പോൾ ഒരു കാവൽ ഗവൺമെൻറ്റാണ് ഇപ്പോഴുള്ള മിനിസ്ട്രി എന്ന് പറയുന്നത്. ഈ മന്ത്രിസഭയുടെ അധികാരം എന്ന് പറയുന്നത് കാരണം എലക്ഷൻ കഴിഞ്ഞു, അവർ എലക്ഷനെ അഭിമുഖീകരിച്ചു. ഉള്ളി തിങ് എന്ന് പറയുന്ന, അതായത് എലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് പ്രഖ്യാപിച്ചില്ല. അതിനിടയിലുള്ള ഈ പീരീഡ് എന്ന് പറയുന്നത് അടുത്ത ഗവൺമെൻറ് വരുന്നത് അവർ ചാർജ് എടുക്കുന്നവരെ, അത് ഇനി പിണറായി വിജയനെ തന്നെ ആണെങ്കിൽ പോലും ചാർജ് എടുക്കുന്നവരെ ഈ മന്ത്രിസഭയ്ക്ക് ഒരു കാവൽ മന്ത്രിസഭയുടെ ആ പവർ മാത്രമേ ഉള്ളൂ. ഒരു കാവൽ മന്ത്രിസഭയ്ക്ക് ഇതുപോലുള്ള രീതിയിലുള്ള ഒരു പോളിസി ഡിസിഷനൊക്കെ എടുക്കാനുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെയധികം ഇല്ല എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു ഗവൺമെൻറ്റേ ഇല്ല യഥാർത്ഥത്തിൽ ബാക്കി എല്ലാ കാര്യത്തിലും കാവലാണല്ലോ അവർ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ കാവൽ മന്ത്രിസഭയ്ക്ക് ഇത് ചെയ്യാനുള്ള പവർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് തെറ്റാണ് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തത്. ഇനി അടുത്ത മന്ത്രിസഭ, അടുത്ത ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ ആ ഗവൺമെൻറ് ഇപ്പോൾ UDF വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിനെ പെട്ടെന്ന് റീഇനിഷ്യേറ്റ് ചെയ്യും, സസ്പെൻഷനെ എടുത്ത് കളയും. അത് തന്നെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ബി അശോക് ഭയക്കണ്ട. ഗവൺമെൻറ് മാറി വരണം, UDF ഭരണത്തിലേക്ക് വരണം എന്നൊന്ന് ആഗ്രഹിച്ചോളൂ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചോളൂ.